ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ചുട്ടുപൊള്ളുന്ന ചൂടത്ത് കുടിക്കാൻ പറ്റിയൊരു കിടിലൻ നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ ക്ഷീണവും ദാഹമൊക്കെ പമ്പ കടക്കൂട്ടോ. അത്രയ്ക്കും നല്ലൊരു നാരങ്ങ വെള്ളമാണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു നാരങ്ങ വെള്ളമാണ്. അപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് തേങ്ങ ചിരുവിയതാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കൊക്കനട്ട് ലൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കേൻ്റെ കുരു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. തേങ്ങയിൽ നിന്ന് നമുക്ക് പാല് കിട്ടണം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല കൊക്കനട്ട് ഫ്ലേവറിലുള്ള ലൈമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. തേങ്ങയും നാരങ്ങ നീരും ചേർത്ത് കഴിഞ്ഞാൽ പിരിയൊന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ പിരിയൊന്നുമില്ല. നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ തേങ്ങ കൊണ്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയ. ഇനി ഇതിലേക്ക് വലിയൊരു നാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് നാരങ്ങ നീര് ചേർക്കുന്നത്. അപ്പോൾ നാരങ്ങ നീര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര ഗ്ലാസ് ആണോ നാരങ്ങ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ വലിയ 2 ഗ്ലാസ്സാണ് കേട്ടോ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര അത്യാവശ്യം ഉണ്ട് കേട്ടോ 2 ഗ്ലാസ് നാരങ്ങ വെള്ളത്തിന്. അപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. നമ്മളിത് ഉണ്ടാക്കിയ ഉടനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രീമി പരുവത്തിലുള്ളൊരു നാരങ്ങ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി കൊക്കനട്ട് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിത് കുറച്ച് സമയം വെച്ചിരുന്ന 2 ലെയറായിട്ടുള്ള നാരങ്ങ വെള്ളമായിട്ടാണ് കിട്ടുക. അതായത് ഇതിലെ വെള്ളം അടിയിലും നിൽക്കും, മുകളിൽ നമ്മൾ കൊക്കനട്ടിൻ്റെ ഇതുണ്ടല്ലോ ക്രീമി പരുവം അത് മുകളിലും നിൽക്കും. അങ്ങനെയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഫോട്ടോയിൽ കാണുന്ന പോലെ ആയിരിക്കും നമ്മൾ കുറച്ച് സമയം വെച്ചാൽ ഇതിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിലും ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. കാണാൻ അങ്ങനെയാണെങ്കിലും ഭംഗി തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്